ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയും പോകുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഒരു നൈറ്റ് കുക്കിങ്ങും അതുപോലെ തന്നെ ഫുഡ് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചെറുതായിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണിത്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. പക്ഷേ പോകുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ അധികം അന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിച്ചിട്ടില്ല. എനിക്കതുകൊണ്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നിങ്ങളാരും ചോദിക്കല്ല ഇതൊക്കെ പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ട് ചെയ്തുകൂടിയെന്ന്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ച് അരിടുന്ന സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു മീൻകറിയും കൂടെ വെക്കുന്നുണ്ട്. അപ്പം മീൻകറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ചെറിയുള്ളി, തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ ഞാനൊരു വ്ളോഗും കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെയാണ് കിച്ചണിലൊക്കെ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ വ്ളോഗോ ഏതെങ്കിലുമൊക്കെ പഴയ സിനിമകളൊക്കെ ഞാൻ ഇരുന്ന് കാണും. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്കധികം ബോറടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അടുത്തത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മീൻകറി വെക്കാൻ വേണ്ടി നമ്മൾ ചട്ടി കഴുകി നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ, നമുക്കതുവരേക്കും വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങനെ നൈറ്റിൽ ചോറ് അങ്ങനെയൊന്നും കഴിക്കാറില്ല. ചോറൊക്കെ കഴിക്കുന്നത് കുറവാണ്, നൈറ്റ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ചോറൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ എന്ത് വെച്ചാലും, കറി വെച്ചാലും ഫ്രൈ ചെയ്താലും ഒക്കെ വെളിച്ചെണ്ണയിൽ തന്നെ വെക്കുള്ളൂ. അങ്ങനെ സൺഫ്ലവർ ഓയിൽ നല്ലതല്ല എന്നുള്ളതൊരു ന്യൂസിൽ കണ്ടു, നല്ലതല്ല എന്ന് കേട്ടു. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് എല്ലാം കൂടുതലും ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ പിന്നെ അത്ര ഹാംഫുൾ അല്ലല്ലോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉലുവ പൊട്ടിക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ കടുകൊക്കെ പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ കടുകൊന്നും പൊട്ടിക്കാറില്ല, പക്ഷേ പൊട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഉലുവ മാത്രമേ ഇടാറുള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് അടുത്തത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ നമ്മുടെ മീൻകറിയിൽ കുറച്ച് നന്നായിട്ട് ഇറങ്ങണം, എങ്കിലേ അത് ടേസ്റ്റ് ഉള്ളൂ. മീൻകറി എന്ന് പറയുമ്പോൾ നല്ല പുളി, എണ്ണ, ഉപ്പ്, എരിവ് അതൊക്കെ ഉണ്ടാവണം, അതാണ് ടേസ്റ്റ്. അപ്പം ഞാൻ വലിയ ടേസ്റ്റിൽ വെക്കുന്നെന്ന് അല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ അങ്ങനെ വലിയ പ്രോ കുക്കൊന്നുമല്ല, അത്യാവശ്യം കുക്ക് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വലുതായിട്ട് എല്ലാം ഒന്നും കുക്ക് ചെയ്യാൻ ഞാൻ ചെയ്യാറില്ല. അങ്ങനെ എല്ലാം കുക്കൊന്നും ചെയ്യാറില്ല. എനിക്കറിയാവുന്ന രീതിയിലാണ് കുക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ സാധാരണ ഞാൻ ചതച്ചിട്ടാണ് ഇടാറുള്ളത്. പക്ഷേ ഇന്ന് ചതയ്ക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇടിക്കുന്ന സാധനം, അത് തടിയുടെ ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ അത് കേടായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഉപയോഗിക്കാതെ. പിന്നെ മിക്സിയിൽ വേണമെങ്കിൽ ചതച്ചെടുക്കാം, പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പെട്ടെന്ന് വെക്കുകയല്ലേ, അതുകൊണ്ട് ചതയ്ക്കാനൊന്നും നിന്നില്ല. അപ്പം പിന്നെ ഇതിലേക്ക് ഞാൻ തക്കാളിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറേ ഇതൊക്കെ മസാലയൊക്കെ ചേർത്ത് ഞാൻ ഇതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മസാല നമ്മൾ ആക്കാൻ പോകുന്നത് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റേതായിട്ടുള്ള എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ
കുരുമുളകില്ലേ, കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. ക്രഷ് ചെയ്തിട്ടാൽ നന്നായിട്ട് കടിക്കാൻ കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉപ്പ്, അതിലേതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ. പിന്നെ അത് നന്നായിട്ട് നമ്മുടെ മീനിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ മീൻകറി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പുളിയും മറ്റ് സാധനങ്ങളും മസാലകളും എല്ലാം ചേർത്തിട്ട് നമ്മൾ മീൻ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അയിലയാണ് കേട്ടോ മീൻ. അപ്പം നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീനൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. അങ്ങനെ അധികം കുറുക്കിയല്ല എടുക്കുന്നത്, കാരണം നല്ല ചാറ് ഉണ്ടാവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പം നമുക്ക് ഒരുപാട് മീൻസ് ദോശയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാമല്ലോ. അപ്പം കുറച്ച് ചാറായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ ഒരു കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മളിതിനെ ഒന്ന് ചെറിയ ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അടച്ചു വെക്കും. ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെക്കുമ്പോഴത്തേക്കിന് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ വേണമെങ്കിൽ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം, ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്തു. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫിഷ് കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ചാറിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. നല്ല ചാറെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം മീൻ കറി എന്നുള്ള രീതിയിൽ കറിയാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറും മീൻകറിയും ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നേരം കാണാം കേട്ടോ. ഇപ്പം എന്തായാലും കഴിക്കില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ടേക്ക് കഴിക്കുള്ളൂ. ഇപ്പം കഴിക്കുന്ന ടൈമൊന്നും ആയിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കഴിക്കാം. അപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ചോറും മട്ട റൈസാണ് കേട്ടോ ഇവിടെ മേടിക്കുക, പാലക്കാടൻ മട്ട. അപ്പം അതും പിന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാറും പിന്നെ ഫിഷ് ഫ്രൈയും പിന്നെ മീൻകറിയും കൂടെ ഒഴിച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മീൻകറി തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ വെച്ച ഉടനെ മീൻകറി വയ്ക്കുമ്പം അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവും. വലിയതായിട്ട് നമുക്ക് ആ ഒരു ഉപ്പും മുളകും എല്ലാ സാധനം പുളിയെല്ലാം കൂടി പിടിച്ചൊരു ടേസ്റ്റ് നമുക്ക് പിറ്റേ ദിവസമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം റെഡി ആയിട്ട് നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.